ഇ.പി. ജയരാജനുമായി മാത്രമല്ല കേരളത്തിലെ എല്ലാ കോൺഗ്രസ് എംപിമാരുമായും ചർച്ച നടത്തിയെന്നും ഇടത് നേതാക്കളെയും കണ്ടുവെന്ന് ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞതോടെ കേരളത്തിലെ സി.പി.എമ്മും കോൺഗ്രസും വെട്ടിലായിരിക്കുകയാണ്. ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജന്റെ ബി.ജെ.പി. പ്രവേശന വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. ഇ.പി. ജയരാജനുമായി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് എംപിമാരുമായും ചർച്ച നടത്തിയിരുന്നതായി പ്രകാശ് ജാവ്ദേക്കർ വെളിപ്പെടുത്തി. കേരളത്തിൽ സി.പി.എമ്മിന് ഒരു എംപി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുമായും ചർച്ച നടത്തിയിരുന്നതായി ജാവ്ദേക്കർ തുറന്നടിച്ചു. കോൺഗ്രസ് മാത്രമല്ല സി.പി.എം, സി.പി.ഐ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇ.പി. ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസുകാർ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന് ആക്ഷേപിക്കുകയും സി.പി.എമ്മിനെ നിലപാടുള്ളൂവെന്ന് ഇടതുപക്ഷം പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഇ.പി. ജയരാജൻ ബി.ജെ.പി. നേതാക്കളുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത്. ഇ.പി. ജയരാജന് പൊതുവെ ജാഗ്രത കുറവുള്ളയാളാണെന്നും ബി.ജെ.പി. നേതാക്കളെ കാണുന്നത് തെറ്റല്ലെന്നും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനും ബി.ജെ.പിയുമായുള്ള ചർച്ചയെ കാര്യമായി കാണേണ്ടെന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ എൽ.ഡി.എഫിന്റെ കൺവീനർ ആയിരിക്കെയാണ് എതിർപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വിഷയമായി കഴിഞ്ഞു. ശ്വാസോച്ഛ്വാസത്തിൽ പോലും എൽ.ഡി.എഫിന് ബി.ജെ.പി. വിരോധമാണെന്ന സി.പി.എം. നേതാവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പ്രസ്താവിച്ചത് ജയരാജനെ തള്ളിപ്പറയാനുള്ള സി.പി.എം. നേതൃത്വത്തിന്റെ തുടക്കമായി കരുതുന്നു. പാർട്ടി സെക്രട്ടറി നടത്തിയ കേരള യാത്രയിൽ നിന്ന് വിട്ടുനിന്നത്, ഭാര്യയ്ക്കും മകനും വൈദേഹം ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ പങ്കാളിത്തമുള്ളത്, സാന്റിയാഗോ മാർട്ടിന്റെ പക്കൽ നിന്ന് ദേശാഭിമാനിക്ക് ഫണ്ട് വാങ്ങിയത് തുടങ്ങിയ വിഷയങ്ങളും ബി.ജെ.പി. ചർച്ചയും ജയരാജന്റെ പാർട്ടിയിലെ എതിരാളികൾ പാർട്ടി വേദിയിൽ ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ വിഷയമാക്കി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടി അണിയറയിൽ തുടങ്ങിയതായാണ് വിവരങ്ങൾ. അതിനെ തുടർന്നാണ് ഇ.പി. ജയരാജൻ ചെയ്തത് അപരാധമല്ല, ജയരാജൻ പാർട്ടി വിട്ടുപോകില്ല തുടങ്ങിയ വിശദീകരണങ്ങൾ പിണറായി നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ സർക്കാർ തലപ്പത്തും പാർട്ടിയിലും മുന്നണി നേതൃത്വത്തിലും അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കാണില്ലെന്നാണ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ ആരോപിച്ചത്. അവിടെ കൊണ്ടും തീർന്നില്ല. കെ. സുരേന്ദ്രൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നും ഇ.പി. ജയരാജനെ ന്യായീകരിച്ച് വി.എസ്. സുനിൽകുമാറും രംഗത്ത് വന്നു. ജയരാജനെതിരെയുള്ള വിവാദം ബിരിയാണി ചെമ്പ് പോലെയാണെന്നും കെ. സുരേന്ദ്രൻ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും തങ്ങൾ സുഹൃത്തുക്കളാണെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ഇ.പി. ജയരാജൻ എല്ലാവരോടും അടുപ്പത്തോടെ പെരുമാറുന്ന പ്രകൃതക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയിൽ സംശയമില്ലെന്നൊക്കെയാണ് വി.എസ്. സുനിൽകുമാർ പറഞ്ഞത്.